ബാലയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമയാണ് അഖണ്ഡ 2. ഇതിനകത്ത് കാട്ടിക്കൂട്ടി എല്ലാ സീൻ ബൈ സീനും നമുക്ക് നോക്കാം. സോ ഈ പടം തുടങ്ങുന്നത് തന്നെ കഴിഞ്ഞ സിനിമയിൽ കാണിച്ചു കൂട്ടിയതെല്ലാം ഓർത്ത് നമ്മുടെ ബാലയെ ഒളിവിന് പോവാണ്. അങ്ങനെ എവിടെ പോകുന്നു വിചാരിച്ചിരുന്ന സമയത്താണ് ഇത്രയും കാലം നാട്ടുകാരെല്ലാം ഉറപ്പിച്ചത്. അതുകൊണ്ട് ഇനി സ്വന്തം ഗുരുവിനെ ഉറപ്പിക്കാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെന്ന് കയറും. അങ്ങനെ ഗുരുവിന്റെ അനുഗ്രഹം മേടിച്ച് കുളിച്ച് കുട്ടപ്പനായിട്ട് ദേഹത്ത് വന്ന പൗഡറും വാരി പൂശി നീ കുളിച്ചിട്ട് ശരിയായല്ലോ എന്ന് പറഞ്ഞ് ഗുരുവിന്റെ കൂടെയുള്ള ഗുരുക്കന്മാര് ബാലയെ ഒന്നുകൂടെ കുളിപ്പിക്കും. എന്നിട്ട് ആളറിയായിരിക്കാൻ വേണ്ടി പിന്നെയും പൗഡർ വാരി പൂശിട്ട് നമ്മുടെ ബാലയെ തപസ്സിൽ അങ്ങ് മുഴുകും. അങ്ങനെ നമ്മുടെ ബാലയെ തപസ്സിൽ അങ്ങ് മുഴുകി കഴിയുമ്പോൾ ബാലയുടെ ഗുരുവും ഗുരുവിന്റെ കൂടെയുള്ള ഗുരുക്കന്മാരും നൈസിനങ്ങ് വലിയത് മാത്രം പോരാഞ്ഞിട്ട് അവന്റെ ഒരിക്കലും പുറത്തു വരണമെന്ന് വിചാരിച്ചിട്ട് ആ ഗുഹ അങ്ങ് മൂടും. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ചൈനയുടെ ആർമിയിലെ ഒരു ഹെഡ് ഓഫീസർ സ്ലോ മോഷനിലൊക്കെ നടന്നു വന്നിട്ട് ബൈനോക്കുലറിൽ കൂടി എന്തൊക്കെയോ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് അവർ ആർമിയിലുള്ള ഒരു ഓഫീസർ സാറിന്റെ മകൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത അറിയിക്കുന്നു. അങ്ങനെ ആ പുള്ളിക്കാരൻ തന്റെ മകൻ എത്ര പേരെ കൊന്നിട്ടാടാ മരിച്ചെന്ന് ചോദിക്കുമ്പോൾ ആരെ കൊന്നിട്ടൊന്നുമില്ല, ഒരൊറ്റ ഇടി തന്നെ സാറിന് മുൻ ചത്തെന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോ അങ്ങാർക്ക് വെറി പിടിച്ച് ഇന്ത്യൻ ആർമിയെ മൊത്തം തീർക്കണം. ആ വെറി പിടിച്ച് അങ്ങാർ ഇവിടെ ചെന്ന് കയറി ആരോ ചെന്ന് കാണുന്നുണ്ട്. അവിടെ എത്തിയപ്പോഴോ ഈ ആർമി ഓഫീസർ കാണാനിരുന്ന ആള് കൂട്ടത്തോടിരുന്ന് ഭഗവത്ഗീത വായിക്കുന്നു. ലക്ഷ്മണനോ തോർത്തില്ല, രാമനോ